Hello, welcome back to All-in-One. I am Musthafa Kaimalassery. Kinemaster എന്ന് പറയുന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ വീഡിയോ കൈൻമാസ്റ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് സ്മാർട്ട് ഫോണിനകത്ത് ഹെഡിങ്ങുകൾ, ടൈറ്റിലുകൾ, ടെക്സ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ, അതിനെങ്ങനെയാണ് ആനിമേഷൻ നൽകുക എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ കൈൻമാസ്റ്ററിലെ മറ്റ് വീഡിയോ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിനായിട്ട് കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് സൈൻ കാണാം ഇവിടെ. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് പുതിയ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം 16:9 എന്ന് പറയുന്ന ഈ സ്ക്രീൻ റേഷ്യോ ആണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം മീഡിയ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഇവിടെ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തിയ ഏതാനും വീഡിയോസാണ് ഇന്ന് എഡിറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ക്യാമറ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ എൻ്റെ നാട്ടിൽ ബഹുമാനപ്പെട്ട ജലീൽ മിനിസ്റ്റർ പങ്കെടുത്ത ഒരു ശിലാസ്ഥാപനവുമായി ബന്ധപ്പെട്ട ഏതാനും വീഡിയോസാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ആ വീഡിയോസ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് പ്രസ്തുത വീഡിയോകളിൽ നമുക്കതിങ്ങനെ ടച്ച് ചെയ്താൽ മതി. അത് താഴേക്ക് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഞാൻ മൊത്തം വീഡിയോസ് ഞാനിങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഷൂട്ട് ചെയ്ത വീഡിയോക്കകത്ത് ശബ്ദം ആവശ്യമുണ്ടോ എന്നുള്ള. ശബ്ദം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ശബ്ദം ആവശ്യമില്ല, അല്ലെങ്കിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ എന്തെങ്കിലും തരത്തിൽ ക്രമീകരിക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പീക്കറിൻ്റെ ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ കാണാം ശബ്ദം കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ. ഇവിടെ എനിക്ക് ശബ്ദം ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തിടുന്നു. അങ്ങനെ എനിക്ക് ആവശ്യമില്ലാത്ത ക്ലിപ്പിൻ്റെ ശബ്ദമൊക്കെ ഞാൻ ഇതേപോലെ മ്യൂട്ട് ചെയ്തിട്ട് ഇടാം. എങ്കിൽ വീഡിയോ എഡിറ്റിങ്ങിന് എനിക്കത് അലോസരം ഉണ്ടാക്കില്ല. ആ രീതിയിലാണ് ശബ്ദത്തിൻ്റെ ക്രമീകരണം നടത്തേണ്ടത്. ഇപ്പോൾ ഇവിടെ ഈ ആദ്യത്തെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ക്യാമറ ഒരു സ്ഥലത്ത് സ്റ്റില്ലായിട്ട് നിർത്തിയിട്ടാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് മുകളിൽ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. സൂമിൻ്റെ എഫക്റ്റ് വേണ്ടിയിട്ട് ഇതിൽ രണ്ട് ഭാഗം കാണാം, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും. ഈ സ്റ്റാർട്ടിങ് മുകളിൽ കാണുന്ന ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് ശേഷം എൻ്റെ രണ്ട് വിരൽ ഉപയോഗിച്ച് ഞാനിതൊന്നും ഇങ്ങനെ ഈ മുകളിലത്തെ ഈ സ്ക്രീനിൽ സൂം ചെയ്തു. ശേഷം ഇവിടെ ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഈ രീതിയിൽ പ്ലേ ആവും. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അത് സൂം ചെയ്യാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷനുണ്ട്. ഇവിടെ തന്നെ താഴത്താണ് നിങ്ങൾ സൂം ചെയ്യേണ്ടതെങ്കിൽ, ഈ വീഡിയോയുടെ അവസാനത്തിലേക്കാണ് സൂം ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഉദാഹരണത്തിന് ഇവിടെ അൺഡു കൊടുത്തു. ശേഷം ഞാൻ രണ്ടാമത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ഞാൻ രണ്ടാമത്തെ ക്ലിപ്പിനകത്ത് ഇതിലേക്ക് സൂം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അത് ഈ രീതിയിലാണ്. അതിലേക്ക് സൂം ചെയ്ത് പോകുന്നു. മൂന്നാമത്തെ ഒരു കത്രികയുടെ ചിഹ്നം നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഈ ക്ലിപ്പിനകത്ത് എനിക്ക് ഈ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടുള്ളൂ. ഇതിൻ്റെ ഈ മുൻപുള്ള ഭാഗം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഈ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം കട്ടായി പോകും. ആ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ അണ്ടു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടായത് അബദ്ധത്തിനാണെങ്കിൽ ഈ ഭാഗത്ത് അണ്ടു എന്ന് പറയുന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ രീതിയിൽ 4 തരത്തിൽ കട്ട് ചെയ്യാം. ഇതൊന്നും ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഒന്ന് ലെഫ്റ്റ്, ഒന്ന് റൈറ്റ്, മറ്റൊന്ന് ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഇമേജിൻ്റെയോ നടുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീഡിയോ ക്ലിപ്പിൻ്റെ ഈ ഭാഗത്ത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടായിട്ട് കട്ടായി നിൽക്കുന്നതായിട്ട് കാണാം. അത് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അൺഡു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ രീതിയിലാവും ചെയ്യും. അതേപോലെ തന്നെ മറ്റൊരു ഓപ്ഷനും കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സ്പ്ലിറ്റ് ആൻഡ് ഇൻസേർട്ട് ഫ്രീസ് ഫ്രെയിം. ഇവിടെ സ്പ്ലിറ്റ് ആവും ചെയ്യും. ഒരു ഫ്രീസ് ഫ്രെയിം, ഒരു ഫോട്ടോ, ഇപ്പോൾ ഈ പൊസിഷനിലുള്ളൊരു ഫോട്ടോ എടുത്തിട്ട് അതൊരു ഫ്രെയിമായിട്ട് അവിടെ സെൻട്രൽ ഉണ്ടാവും ചെയ്യും. ഏകദേശം അത് പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക. ഇവിടെ എത്തിയതിന് ശേഷം അവിടെ ഫ്രീസായി നിൽക്കും ഈ ഭാഗം. ഇതിൻ്റെ വലുപ്പം നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഈ രീതിയിലും കട്ട് ചെയ്യുക എന്നർത്ഥം. ഈ രണ്ട് വീഡിയോയുടെ ഇടയ്ക്ക് ഒരു വെള്ള ഭാഗം കാണാമല്ലോ. നിങ്ങൾ പെയ്ഡ് വെർഷനാണ് ഉപയോഗിക്കണമെങ്കിൽ ഈ രീതിയിലാണ് കാണുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലസ് സൈനാണ് കാണുക ഈ രണ്ട് വീഡിയോയുടെ ഇടയ്ക്ക്. ഈ രണ്ട് വീഡിയോയും കൂടി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്കുള്ള എഫക്റ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ട്രാൻസിഷൻ എഫക്റ്റ്, ആ ട്രാൻസിഷൻ എഫക്റ്റുകൾ ഡിഫാൾട്ടായിട്ട് കുറേ എഫക്റ്റുകൾ ഇവിടെ കാണാം. അപ്പോൾ ഈ ക്ലാസിക് ട്രാൻസിഷൻ എന്നുള്ളതിലാണെങ്കിൽ ഇത് സൂം
ഇത് ഫെയ്ഡായിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഫെയ്ഡായിട്ട് അടുത്ത വീഡിയോ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അതിൽ തന്നെ ക്ലാസിക് സൂമിനകത്ത് ക്രോസ് ഫെയ്ഡ് ഉണ്ട്. ഒന്നിൽ നിന്ന് മറ്റൊന്നിങ്ങനെ തെളിഞ്ഞ് വരും. ഇതിൽ നിന്ന് മാഞ്ഞ് മറ്റേത് തെളിഞ്ഞ് വരുന്ന രീതിയിൽ നിരവധി എഫക്റ്റുകൾ ഇതിനകത്ത് ഡിഫാൾട്ടായിട്ടുണ്ട്. അത് കൂടാതെ ഈ ഗെറ്റ് മോർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നെറ്റിൽ നിന്ന് ഒരുപാട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ഫ്രീ വെർഷനിൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. നിങ്ങൾ പെയ്ഡ് വെർഷനിലാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് ഇത്തരത്തിലുള്ള നിരവധി എഫക്റ്റുകളുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്ത ഒരു എഫക്റ്റാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഈ രീതിയിൽ മാറ്റി കൊടുത്തു. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് നോക്കി ഈ രീതിയിലാണ്. അങ്ങനെ നമ്മുടെ വീഡിയോക്ക് ആപ്റ്റാണെന്ന് തോന്നിയ ഈ ട്രാൻസിഷൻ എഫക്റ്റുകൾ നമുക്ക് വീഡിയോക്ക് കൊടുക്കാം. ഈ രീതിയിൽ എഡിറ്റിംഗ് പൂർത്തീകരിച്ച വീഡിയോ നമുക്കൊരൊറ്റ വീഡിയോ ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഷെയർ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫ്രീ വെർഷനിൽ അവിടെയല്ല കാണിക്കുക, അതെങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സംശയമുള്ളവർ ആ വീഡിയോ കാണുക. ഇതിന് ശേഷം റെസൊല്യൂഷൻ, ഇവിടെ ഈ ഭാഗത്ത് റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാനുള്ള ഭാഗമാണ്. വീഡിയോ റെസൊല്യൂഷൻ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള റെസൊല്യൂഷൻ തിരഞ്ഞെടുക്കുക. അതുപോലെ ഫ്രെയിം റേറ്റ്, ഇതൊക്കെ വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടുന്നതിനും കുറക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഫുൾ ക്വാളിറ്റിയിൽ കിട്ടണം എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ ഫുൾ ക്വാളിറ്റി റെസൊല്യൂഷനും അതേപോലെ തന്നെ ഫ്രെയിം റേറ്റ് 30 വെച്ചിട്ടുണ്ട്. ശേഷം ഇവിടെ കാണുന്ന ഈ ഭാഗം അതിൻ്റെ ബിറ്റ് റേറ്റ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതും ഫുള്ളിൽ വെച്ച് എക്സ്പോർട്ട് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്തിനനുസരിച്ച് ഇത് സമയമെടുത്ത് എക്സ്പോർട്ട് ആവും. ഇങ്ങനെ എക്സ്പോർട്ടായ ആ ഒരു ഫയൽ, നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഫയൽ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയായിട്ട് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ആൾ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം.